അവർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഒരാളെ കൊന്നുതള്ളാൻ പ്രത്യേകിച്ച് ശത്രുതയോ വൈരാഗ്യമോ വേണ്ട. ഇരുട്ടിൽ അവർ പതിയിരിക്കും. ചിലപ്പോൾ ഒന്നുമറിയാതെ ഉറങ്ങുന്നവരെ, ചിലപ്പോൾ അയാളെക്കാൾ ദുർബലരെ. മരണവും ചോരയും ലഹരിയായ നരാധമന്മാർ. കൊല്ലം നഗരത്തെ വിറപ്പിച്ച 2 രാത്രികൾ, ഒന്നിനു പിറകെ ഒന്നായി ചോരയിൽ മുങ്ങിയ വഴിയോരം. ഒരിക്കൽ കൂടി കേരളം ഭയമുള്ള ആ പഴയ കാലത്തെ പേടിയോടെ ഓർക്കുന്നു. ലണ്ടനിലെ കുപ്രസിദ്ധമായ ജാക്ക് ദ റിപ്പർ എന്ന കൊടും കുറ്റവാളിയുടെ കുറ്റകൃത്യ രീതിക്ക് സമാനമായിരുന്നു കേരളത്തിൽ 80കളിൽ അരങ്ങേറിയ പല കൊലപാതകങ്ങളും. രാത്രികാലങ്ങളിൽ വീടുകളിൽ അതിക്രമിച്ചു കയറി ഉറങ്ങിക്കിടക്കുന്നവരുടെ തലയ്ക്ക് മാരകായുധങ്ങൾ കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ ശേഷം കവർച്ച നടത്തുന്ന ക്രൂരമായ പ്രവർത്തന രീതി. ജാക്ക് ദ റിപ്പർ എന്ന പേരിലെ റിപ്പർ കേരളത്തിലെ ഈ കൊലയാളികൾക്കും നമ്മൾ ചാർട്ട് നൽകി. റിപ്പർ ചന്ദ്രനും റിപ്പർ ജയാനന്ദനുമൊക്കെ വാർത്തകളിലൂടെ നമുക്ക് ഭീതിയായി. കൊല്ലത്ത് ഭയം പടർത്തിയ രാത്രി കൊലപാതകങ്ങളിൽ ആ രീതികൾ കണ്ട മലയാളി ഒരിക്കൽ കൂടി അങ്കലാപ്പിലായി. പരിശോധിക്കാം, ആരംഭിക്കാം കുറ്റവും ശിക്ഷയും. രക്തം വാർന്നു മരിച്ചൊരു വയോധികന്റെ മൃതദേഹം ഇരുൾ മൂടിയ ഭയം ജനിപ്പിക്കുന്ന ആ പണി തീരാത്ത കെട്ടിടത്തിലേക്ക് നാട്ടുകാർ അന്നോടിക്കൂടി. പാതിരാത്രിയിൽ കൊല്ലം പാരിപ്പള്ളി. അത് കൊലപാതകം എന്നുറപ്പിക്കാവുന്ന മരണം തന്നെയായിരുന്നു. ഏപ്രിൽ 19. ദേശീയപാതയുടെ തിരക്കുകളിൽ ശ്വാസം മുട്ടുന്ന, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജനങ്ങൾ ഒഴിഞ്ഞുപോകാത്ത ഒരു തിരക്കേറിയ നഗരം. തിരുവനന്തപുരത്തിനും കൊല്ലത്തിനുമിടയിലെ ഒരു സാറ്റലൈറ്റ് നഗരം. പക്ഷേ ആ നഗരത്തിന്റെ കോലാഹലങ്ങളിൽ നിന്ന് അല്പം മാറിയുള്ള വിജനമായ പ്രദേശം. കൊല്ലം പാരിപ്പള്ളിയിൽ പകുതി മാത്രം പണിതീർന്ന ഒരു വലിയ കെട്ടിടം. ഇരുട്ടുമൂടിയ ആ കെട്ടിടത്തിനുള്ളിൽ ചോര മണക്കുന്നു. ആദ്യം ആ കാഴ്ച കണ്ടവർക്ക് ആശയക്കുഴപ്പമായി. ഏതോ മൃഗം ചത്തുകിടക്കുകയാണെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ അതങ്ങനെ ആയിരുന്നില്ല. ആ തറയിൽ കിടക്കുന്നത് ഒരു വയസ്സനായ മനുഷ്യനാണ്. തറയിൽ വിരിച്ച പായയിൽ രക്തം തളം കെട്ടിയിരിക്കുന്നു. മൃതദേഹം ആദ്യം കണ്ടവർ ഉടനെ കൂടുതൽ നാട്ടുകാരെ വിളിച്ചുകൂട്ടി. ആദ്യം ആളെ ആർക്കും മനസ്സിലായില്ല. ഇതാരുമില്ലാത്ത ഒരു വൃദ്ധനാണ്, ചിലർ പറഞ്ഞു. ബന്ധുക്കളുമായി വലിയ ബന്ധമൊന്നും സൂക്ഷിക്കാത്ത ആളാണ്. മറ്റു ചിലർ ആളെ തിരിച്ചറിയാൻ കൂടുതൽ ശ്രമം നടത്തി. ആ മനുഷ്യന്റെ പേര് രവീന്ദ്രൻ എന്നാണ് ചിലർ തറപ്പിച്ചു പറഞ്ഞു. അത് രവീന്ദ്രൻ തന്നെയെന്ന് മറ്റു ചിലരും ഉറപ്പിച്ചു. പക്ഷേ പാരിപ്പള്ളിക്കാരനാണോ? ഈ കെട്ടിടത്തിൽ അയാൾ എന്തിനു വന്നു? ആരാണ് അയാളെ ഈ വിധം കൊല ചെയ്തത്? നാട്ടുകാർ പോലീസിന് വിവരമറിയിച്ചു. കല്ലുവാതുക്കൽ പഞ്ചായത്ത് ഓഫീസിനു സമീപം പണി നടന്നുകൊണ്ടിരുന്ന ഒഴിഞ്ഞ ഒരു കെട്ടിടത്തിലാണ് ആ മനുഷ്യൻ ഉറങ്ങാൻ കിടന്നത്. ഏതാണ്ട് 65 വയസ്സു പ്രായം. പാരിപ്പള്ളി തൊളിക്കോട് സ്വദേശിയാണ് രവീന്ദ്രൻ. രവീന്ദ്രന് വീടുണ്ടായിരുന്നില്ല എന്നും നാട്ടുകാരിൽ ചിലർക്കറിയാം. രാത്രിയാകുമ്പോൾ ഇങ്ങനെ ചില കെട്ടിടങ്ങളിലേക്ക് അയാൾ ചേക്കേറും. നാട്ടുകാരിൽ നിന്നും വിവരമറിഞ്ഞ പോലീസ് ആ കെട്ടിടത്തിനു മുന്നിലേക്ക് ചീറിപ്പാഞ്ഞെത്തി. ആ കെട്ടിടത്തിനുള്ളിൽ അമിതമായ ബലപ്രയോഗം നടന്നതിന്റെ
ലക്ഷണമില്ലെങ്കിലും മറ്റൊരാളുടെ സാന്നിധ്യം അവിടെയുണ്ട് എന്നുറപ്പിക്കുന്നു. പോലീസിന്റെ നിഗമനം കൂടുതൽ ശാസ്ത്രീയമാക്കണം. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഒരുപക്ഷെ അലക്ഷ്യമായ നിലയിൽ തലയടിച്ചു വീണതോ മറ്റോ ആകാം. ഇങ്ങനെ നിരാലംബനായ വീടോ സമ്പത്തോ ഇല്ലാത്തൊരു മനുഷ്യനെ ആരെങ്കിലും കൊല്ലുമെന്ന് കരുതാൻ വയ്യ. തലയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്. രാത്രിയായിരിക്കണം മരണം നടന്നിരിക്കാൻ സാധ്യത. കാരണം തലയിലെ മുറിവിലെ രക്തം അപ്പോഴേക്കും കട്ട പിടിച്ചിരുന്നു. പക്ഷേ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ കാര്യം ഗൗരവമായി. അതൊരു ക്രൂരമായ കൊലപാതകം തന്നെ. കൃത്യമായി കരുതിക്കുട്ടി നടത്തിയ കൊലയാകാനുള്ള സാധ്യത കൂടുതലാണ്. ഉറക്കത്തിലാണ് തലയ്ക്കടിയേറ്റിരിക്കുന്നത്. തലയ്ക്കേറ്റത് കനത്ത അടിയാണ്. ആ അടിയിൽ തലയോട്ടി തകരുകയും ശരീരത്തിൽ ഗുരുതരമായ പരുക്കുകൾ ഏൽക്കുകയും ചെയ്തിരിക്കുന്നു. അതെ, പാരിപ്പള്ളിയിൽ നടന്നിരിക്കുന്നത് നാടിനെ നടുക്കിയ കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. അന്വേഷണം എവിടെ നിന്ന് തുടങ്ങും? സംശയാസ്പദമായ സാഹചര്യത്തിൽ പ്രദേശത്ത് കണ്ടവരെ പോലീസ് ലിസ്റ്റ് ചെയ്തു, അവരെ ചോദ്യം ചെയ്തു. പ്രദേശവാസികൾ, ആദ്യം മൃതദേഹം കണ്ടവർ, അങ്ങനെ എല്ലാവരിൽ നിന്നും വിവരങ്ങൾ തേടി. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. തലേന്ന് രാത്രി മുതൽ ആ ഭാഗത്ത് അസ്വാഭാവികമായി നടന്ന ഫോൺ വിളികൾ. പക്ഷെ അതൊന്നും അത്ര ലളിതമായിരുന്നില്ല. പ്രതിയെ നിസ്സാരമായി കണ്ടെത്താമെന്ന് കരുതിയ കേസ് പക്ഷേ വളരെ പെട്ടെന്ന് വഴിമുട്ടി. ശാസ്ത്രീയമായ അന്വേഷണ വഴികളൊക്കെ മുന്നോട്ട് നീങ്ങാതെ നിന്നു. മൊബൈൽ കോൾ ഡേറ്റ, CCTV ദൃശ്യങ്ങൾ ഒന്നും പുതിയ ലീഡുകൾ നൽകുന്നില്ല. രവീന്ദ്രനെ കൊന്നതാര്? അന്വേഷണ സംഘം ആശങ്കയിലായി. ഈ മെയ് മാസത്തിലെ ഒരു ദിവസം കൊല്ലം നഗരം അന്നുണർന്നത് നടുക്കുന്നൊരു വാർത്ത കേട്ടുകൊണ്ടാണ്. അന്തിയുറങ്ങാൻ ഇടമില്ലാതെ കടത്തിണ്ണയിൽ അഭയം പ്രാപിച്ച ഒരു വയോധികൻ, അയാൾ അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. പാരിപ്പള്ളിയിലെ കൊലപാതകത്തിന്റെ ഓർമ്മകൾ വിട്ടുമാറും മുൻപ് ജില്ലയിലെ നഗരകേന്ദ്രത്തിൽ ഇതാ മറ്റൊരു കൊലപാതകം. 2026 മെയ് 24 കൊല്ലം നഗരം. അത് കൊല്ലം നഗരത്തിന്റെ ഹൃദയം എന്ന് തന്നെ പറയാം. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് വെറും 25 മീറ്റർ മാത്രം അകലെയുള്ള ഒരു കടത്തിണ്ണ. അവിടെ അന്തിയുറങ്ങാൻ കിടന്നതാണ്. അയാളെ ആ ഭാഗത്തെ മിക്കവാറും പതിവുകാർക്കറിയാം. മുണ്ടയ്ക്കൽ വെസ്റ്റ് സ്വദേശിയായ രാജേന്ദ്രൻ ലോട്ടറി കച്ചവടക്കാരനാണ്. പകൽ മുഴുവനും പോലീസ് കമ്മീഷണർ ഓഫീസ് ഭാഗത്ത് തന്നെ കച്ചവടം. നേരമിരുട്ടിയാൽ കടകൾ അടയ്ക്കും. പിന്നെ കിടക്കാനുള്ള വഴി നോക്കും. സ്ഥിരം സ്ഥലമുണ്ട്, അവിടെ ചുരുണ്ടുകൂടും. പകലിലെ ചൂടേറ്റ് തളർന്നുപോയ മെയ് 24 ആ ക്ഷീണത്തിൽ ഉറങ്ങാൻ കിടന്നതാണ്. പക്ഷെ പിറ്റേന്നു പുലർച്ചയിൽ രാജേന്ദ്രൻ മരിച്ച വാർത്തയെത്തി. ആദ്യ സംഭവം കഴിഞ്ഞ് കൃത്യം 1.5 മാസത്തിനു ശേഷം ഇതാ രണ്ടാമത്തെ മരണം. ഇത്തവണയും മരിച്ചത് വീടില്ലാത്ത നിർധനനായ ഒരു വൃദ്ധൻ. ഏകദേശം 70 വയസ്സ് പ്രായം വരും. പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. രാജേന്ദ്രന് വീടില്ല എന്ന കാര്യം മനസ്സിലാക്കിയ ചിലർ അതിനൊരു പരിഹാരവും കണ്ടിരുന്നു. ഒരു അനാഥാലയത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റാനുള്ള നടപടികളുമെടുത്തു. ഏതാനും ദിവസങ്ങൾക്കകം അങ്ങോട്ട് മാറാനുള്ള തീരുമാനവുമായി. പക്ഷേ അതിനു മുമ്പേ മരണമെത്തി. ഇതിപ്പോ രണ്ടാമത്തേതായല്ലോ. അവിടെ കൂടിയവർ പരസ്പരം അടക്കം പറഞ്ഞു. ദുരൂഹതയുടെ കാർമേഘം ആ നേരം കൊണ്ട് അവിടെ ആകെ മൂടി. എന്താണ് സംഭവിച്ചത്? രാജേന്ദ്രൻ എങ്ങനെയാണ് മരിച്ചത്? രാജേന്ദ്രനെ കൊന്നതാണോ? ആ പുലർകാലത്തെ കാറ്റിന് മരണത്തിന്റെ ഗന്ധമായിരുന്നു. മനുഷ്യരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ
ഭയപ്പാടിൻ്റെ നിശബ്ദത. നേരത്തെ പാരിപ്പള്ളിയിൽ നടന്ന സംഭവത്തിൻ്റെ അനുഭവം അവർക്ക് മുന്നിലുണ്ട്. അതിലെ പ്രതികളെ പിടികൂടാനും കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ പോലീസിന്റെ മൂക്കിന് താഴെയാണ്. അതുകൊണ്ട് തന്നെ അതൊരു സ്വാഭാവിക മരണമാകാൻ സാധ്യതയില്ല എന്ന നിഗമനത്തിൽ തന്നെ പോലീസ് നടപടികൾ ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ആദ്യമേ ശേഖരിച്ചു. വെള്ള ഷർട്ടും ലുങ്കിയും ധരിച്ച ഒരാൾ ദൃശ്യങ്ങളിലൊന്നിൽ വ്യക്തമായി. അയാളുടെ സാന്നിധ്യം അവിടെ അസ്വാഭാവികമായിരുന്നു. വെള്ള ഷർട്ടും ലുങ്കിയും ധരിച്ചയാൾ കടത്തിണ്ണയിൽ കിടന്നുറങ്ങുകയായിരുന്ന രാജേന്ദ്രന്റെ സമീപത്ത് ഏറെ നേരം നിൽക്കുന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തം. അയാൾ അവിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ചുറ്റിത്തിരിയുന്നതായി ദൃശ്യങ്ങളിൽ കാണാം. രാജേന്ദ്രനെ ഇയാൾ ലക്ഷ്യം വയ്ക്കുന്നതും ആക്രമിക്കാൻ അനുയോജ്യമായ സമയം കാത്തുനിൽക്കുന്നതും ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. ലുങ്കി ധരിച്ചയാൾ രാജേന്ദ്രനോട് എന്തോ ആവശ്യപ്പെടുന്നതും അവർ തമ്മിൽ കയർക്കുന്നതും കാണാം. അല്പനേരത്തിനകം അതൊരു മൽപ്പിടുത്തത്തിലേക്ക് പോയി. ഈ സമയത്താണ് അയാൾ രാജേന്ദ്രന്റെ കഴുത്തിലേക്ക് ഒരു തോർത്തിട്ട് വലിച്ചു മുറുക്കാൻ തുടങ്ങിയത്. മുറുക്കും കെട്ടും ഉറപ്പായപ്പോൾ രാജേന്ദ്രൻ തന്റെ വരുതിയിലായെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ രാജേന്ദ്രനെ വലിക്കാൻ തുടങ്ങി. ആ വൃദ്ധനെ അയാൾ ശ്വാസം മുട്ടിച്ചും ക്രൂരമായി മർദ്ദിച്ചും കൊലപ്പെടുത്തി. രാജേന്ദ്രനെ തോർത്തുകൊണ്ട് കഴുത്തിൽ വരിഞ്ഞു മുറുക്കി തൊട്ടടുത്തുള്ള കുഴൽക്കിണറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ സംസാരിക്കുന്ന തെളിവായി. കൊലപാതകത്തിനു ശേഷം പ്രതി രാജേന്ദ്രന്റെ മൊബൈൽ ഫോണും ഒരു കറുത്ത ബാഗുമായി അയാൾ സംഭവ സ്ഥലത്ത് നിന്ന് കടന്നുകളയുന്നതും ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. പോലീസ് ഉറപ്പിച്ചു, ദിസ് ഈസ് എ കോൾഡ് ബ്ലഡഡ് മർഡർ. പ്രതിയുടെ രൂപം വ്യക്തമായതോടെ അതുവച്ച് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. മൃതദേഹ പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ടും കാര്യം ശരിവെക്കുന്നു. മരണകാരണം അത് കഴുത്തിൽ തുണി മുറുക്കിയതിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞുള്ള മരണം തന്നെ. ഇനി അയാളെ തിരയണം. അയാളെ കിട്ടിയാൽ ചിലപ്പോൾ ഒന്നല്ല 2 കൊലപാതകങ്ങൾക്കാകും ഉത്തരമുണ്ടാവുക. പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ മൂക്കിന് താഴെ ഒരു കൂസലുമില്ലാതെ ഒരു കൊലപാതകം. അതും നടത്തി ഒന്നും അറിയാത്തതുപോലെ നടന്നു പോകണമെങ്കിൽ ആ കൊലപാതകി അത്ര ചില്ലറക്കാരനല്ല. കൊലപാതകത്തിന് പിന്നിൽ പെട്ടെന്നുള്ള പ്രകോപനമാണോ, മുൻവൈരാഗ്യമാണോ? ഇതൊന്നുമല്ലെങ്കിൽ അയാളിലെ കുറ്റവാളിക്ക് സമാനതകളില്ലാത്ത എന്തോ പ്രത്യേക മാനസികാവസ്ഥയുണ്ട്. പാരിപ്പള്ളി കൊലപാതകത്തിലെ പ്രതിയും ഇയാൾ തന്നെയാണോ? കൊല്ലം ഈസ്റ്റ് പോലീസ് ക്രൈം 941/2026 ഒരു പ്രത്യേക അന്വേഷണ സംഘം. സിറ്റി പോലീസിന്റെ സമർത്ഥരായ 35 പേർ. കൊലയാളിയെ പൂട്ടാൻ അവർ രംഗത്തിറങ്ങി. മരണം കണ്ടു രസിച്ച ഒരു സൈക്കോപാത്ത്. ജീവനറ്റ ആ ശരീരം സമീപത്തുണ്ടായിരുന്ന ഒരു മുണ്ടുപയോഗിച്ച് മൂടി. പിന്നെ അവൻ ഇരുട്ടിലേക്ക് നടന്നു മറഞ്ഞു. ആരും കണ്ടില്ലെന്ന് കരുതി ഓടിമറഞ്ഞ കൊലപാതകിക്ക് ഒരു കാര്യം അറിയില്ലായിരുന്നു. അവന്റെ ഓരോ ചലനങ്ങളും ആ ഇരുട്ടിലും ഡിജിറ്റൽ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലത IPS, ACP രാജേഷ് TR, ഈസ്റ്റ് ഇൻസ്പെക്ടർ സജീവാർ എന്നിവരുടെ നേതൃത്വത്തിൽ 35 പേരടങ്ങുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. പോലീസ് സംഘം ഒന്നിനു പുറകെ ഒന്നായി CCTV ദൃശ്യങ്ങൾ അരിച്ചുപെറുക്കി. 10, 20, 50, ഒടുവിൽ 100ഓളം ക്യാമറകൾ, അതിന്റെ ദൃശ്യങ്ങൾ. വാണ്ടഡ് ക്രിമിനൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കൊലയാളിയെ വ്യക്തമാകുന്ന
വിവിധ ആംഗിൾ ദൃശ്യങ്ങൾ സഹിതമുള്ള ഒരു ലുക്കൌട്ട് നോട്ടീസ്. അവന്റെ ഓരോ ചലനങ്ങളും ആ ഇരുട്ടിലും ഡിജിറ്റൽ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. അവനെ നമുക്ക് കിട്ടണം, എത്രയും വേഗം. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. CCTV ക്യാമറ പരിശോധിച്ചും സാക്ഷിമൊഴികൾ അടിസ്ഥാനമാക്കിയും നടത്തിയ പരിശോധനയിൽ അയാൾ പോയത് തെന്മല ഭാഗത്തേക്കാണെന്ന് മനസ്സിലായി. അയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുന്നു. ലുക്കൌട്ട് നോട്ടീസ് ഔദ്യോഗികമായി തന്നെ തമിഴ്നാട്ടിലേക്കും പ്രചരിച്ചു. തിരുനെൽവേലി വരെയുള്ള നിരവധി CCTVകൾ പരിശോധിച്ചു. രാജേന്ദ്രന്റെ കയ്യിൽ നിന്നും കവർന്ന മൊബൈൽ ഫോൺ തിരുനെൽവേലിക്കടുത്തുള്ള ഒരു കടയിൽ അയാൾ കൊടുത്തതായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തി. അയാളുടെ വ്യക്തിഗത സൂചനകൾ ലഭിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണ്. വിജു സുരേഷ്, അതായിരുന്നു അയാളുടെ പേര്. കൊടും ക്രിമിനൽ തന്നെ. ഒരു കേസിൽ ജാമ്യത്തിലിറങ്ങിയുള്ള വരവായിരുന്നു കേരളത്തിലേക്ക്. ആളെക്കുറിച്ചുള്ള കൂടുതൽ സൂചനകൾ ലഭിച്ചതോടെ പോലീസ് സംഘം 3 ടീമുകളായി തിരിഞ്ഞു. കന്യാകുമാരി, മധുര, കോയമ്പത്തൂർ ഭാഗത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. ഒടുവിൽ പോലീസിന് ആ നിർണായക വിവരം ലഭിച്ചു. കേരളത്തെ ഞെട്ടിച്ച കൊലപാതകം നടത്തിയ നരാധമൻ വാൽപ്പാറയിലുണ്ട്. വാൽപ്പാറയിൽ അധികം ആളനക്കമില്ലാത്ത ഒരു ചപ്പാത്തി കടയ്ക്ക് സമീപം മാടുവെട്ടുന്ന ഒരു സ്റ്റോളുണ്ട്. അവിടെ ആ സ്റ്റോളിന് സമീപത്ത് ഒരു കുറ്റബോധമോ കൂസലോ ഇല്ലാതെ വിജു സുരേഷ് ഇരിക്കുന്നു. ജൂൺ 3, 2026 വൈകിട്ട് 4:30 മിന്നൽ വേഗത്തിൽ പാഞ്ഞെടുത്ത സ്പെഷ്യൽ ടീം അവനെ വളഞ്ഞു. അധികം പ്രതിരോധിക്കാനോ രക്ഷപ്പെടാനോ അയാൾ മെനക്കെട്ടില്ല. പോലീസ് വിജുവിനെ കസ്റ്റഡിയിലെടുത്തു. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയ പ്രതി കുറ്റം സമ്മതിച്ചു. സാക്ഷികളെ കാണിച്ച് പ്രതി വിജു തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു. ജൂൺ 4, 2026 രാവിലെ 7:19 പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. നഗരം ശാന്തമായി ഉറങ്ങുമ്പോൾ കൊലവെറിയുമായി ഉണർന്നിരുന്നൊരാൾ, ഇരുട്ടിൽ മൃഗതൃഷ്ണയോടെ ഒരു വേട്ടയ്ക്കെന്നോണം ഇരയെ തേടി നടന്നൊരാൾ. പകൽ വെളിച്ചത്തിൽ നഗരത്തിരക്കുകളിൽ അവൻ പദ്ധതി ഒരുക്കുകയായിരുന്നു. തമിഴ്നാട് സ്വദേശിയായ 22-കാരൻ വിജു സുരേഷ്. കൊല്ലം നഗരത്തിലെ രാജേന്ദ്രന്റെ കൊലപാതകത്തിൽ പ്രതിയായ വിജു പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. പിന്നെ കുറ്റസമ്മതം. വിജുവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കടത്തെണ്ണയിൽ ഉറങ്ങുന്ന രാജേന്ദ്രനെ കൊല്ലുന്നതിനും 3 ദിവസം മുൻപാണ് താൻ കൊല്ലത്തെത്തിയതെന്നായിരുന്നു വിജുവിന്റെ വാദം. നഗരത്തിൽ പലയിടങ്ങളിലും അയാൾ അലഞ്ഞു തിരിഞ്ഞു. വിശപ്പ് താങ്ങാനാകാതെ വന്നപ്പോൾ പലരോടും ഭക്ഷണം കഴിക്കാൻ വിജു പണം ആവശ്യപ്പെട്ടു. വസ്ത്രം മാറാനും വിശ്രമത്തിനും അടുത്തുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലമാണ് അയാൾ ആശ്രയിച്ചത്. അവിടെ വെച്ച് അന്ന് രാത്രി അയാൾ വേഷം മാറി. ഒരു ഇരയെ തേടിയുള്ള രൂപമാറ്റം. അപ്പോഴാണ് ഇരുട്ടിൽ നിർധനനായ വൃദ്ധൻ രാജേന്ദ്രൻ അയാളുടെ കണ്ണിൽപ്പെടുന്നത്. ആ വൃദ്ധന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അതിൽ പണമുണ്ടാകും ഉറപ്പ്. കാശിനായി വിജു മൃഗമായി, തർക്കമായി, പിടിവലിയായി. ബാഗുമെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ എഴുന്നേറ്റ രാജേന്ദ്രന്റെ പിന്നാലെ വിജു ഒരു നിഴൽ പോലെ അടുത്തു. ക്രൂരതയുടെ നിമിഷത്തിൽ നേരത്തെ ഊരിവച്ചിരുന്ന ഷർട്ടെടുത്ത് രാജേന്ദ്രന്റെ കഴുത്തിലിട്ട് മുറുക്കി. CCTV ദൃശ്യങ്ങളിൽ തോർത്തെന്ന് കരുതിയത് പിരിച്ചുപയോഗിച്ച ആ ഷർട്ടായിരുന്നു. ഇടനാഴിയിലൂടെ ക്രൂരമായി രാജേന്ദ്രനെ അയാൾ വലിച്ചിഴച്ചു. ശ്വാസം കിട്ടാതെ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്ന ആ വൃദ്ധന്റെ മുഖത്തേക്ക് നോക്കി അവൻ മരണം ആസ്വദിച്ചു. ജീവന്റെ വില അറിയാത്തതല്ല അയാൾക്ക്. പക്ഷേ ജീവൻ പോകുന്നത് കാണാനാണ് കൂടുതൽ ഇഷ്ടം. ജീവൻ എടുക്കുന്നതിനും അയാൾക്കൊരു മടിയുമില്ല. വിജു സുരേഷ് വെറുമൊരു മോഷ്ടാവോ ക്രിമിനലോ അല്ല.
അയാൾ ചോര കണ്ട് രസിക്കുന്ന സൈക്കോപാത്താണ്. സമാനതകളില്ലാത്ത നിഷ്ഠൂരൻ. അതൊരു വൈകുന്നേരമായിരുന്നു. സ്ഥിരമായി ഈ സമയത്ത് ജംഗ്ഷനിലേക്ക് ഇറങ്ങാറുള്ളതാണ്. അവിടെ എത്തുമ്പോൾ പതിവായി കാണുന്നവരുണ്ടാകും. പ്രായം 70 കഴിഞ്ഞെങ്കിലും അവിടെ ഇരുന്ന് കുറേ നേരം സൊറ പറയുക പതിവായിരുന്നു. അയാൾ സ്ഥിരമിരിക്കുന്ന സ്ഥലത്തേക്കെത്തി. പതിവ് ചർച്ചാ സംഘത്തിലെ നൻപന്മാരൊന്നും എത്തിയിട്ടില്ല. സമയം സന്ധ്യയോടടുത്തു. ആ വൃദ്ധൻ ഇരിക്കുന്നതിന് കുറച്ചു മാറി ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരാൾ. അയാൾ പുകവലിക്കുകയാണ്. ആ പുകയുടെ ഗന്ധം അത് സിഗരറ്റല്ല, കഞ്ചാവാണ്. ആ മനുഷ്യൻ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി. തീരെ ഒരു ചെറുപ്പക്കാരനാണ് അത് വലിക്കുന്നത്. പൊതുസ്ഥലത്തിരുന്ന് കഞ്ചാവ് വലിക്കുന്ന അയാളെ വയോധികൻ ചോദ്യം ചെയ്തു. ഒരു ശാസന രൂപത്തിൽ 2 തവണ ചോദിച്ചിട്ടും മറുപടി മൗനം മാത്രം. എന്നിട്ടും ആ മനുഷ്യൻ വീണ്ടും ചോദിച്ചു. പെട്ടെന്ന് ആ വൃദ്ധന്റെ കണ്ണിലേക്ക് അയാൾ പുക ഊതിവിട്ടു. ദേഷ്യപ്പെട്ട വൃദ്ധൻ വീണ്ടും ആ ചെറുപ്പക്കാരനോട് കയർത്തതോടെ അയാൾ ആ വയോധികന്റെ മുഖത്തടിച്ചു. അരയിൽ നിന്നെടുത്ത കത്തി ആ വൃദ്ധന്റെ വയറിലേക്ക് കുത്തിയിറക്കി. അത് ബിജു സുരേഷ് എന്ന മൃഗത്തിന്റെ തമിഴ്നാട്ടിലെ കൊലപാതകം. ബിജു സുരേഷ്, 22 വയസ്സ്, സ്വദേശം തക്കല, കന്യാകുമാരി ജില്ല, തമിഴ്നാട്. ആരോടും അധികം സ്നേഹമോ വ്യക്തിബന്ധമോ ഇല്ല. ചെറുപ്പകാലം മുതൽ തന്നെ വീട്ടിൽ നിന്ന് പുറം പണികൾക്കായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പ്രകൃതമാണ് ബിജുവിൻ്റേത്. ബിൽഡിംഗ് പണിയാണെന്ന് ചിലർ പറയുന്നു. വള്ളത്തിൽ പോകാറുണ്ടെന്ന് മറ്റു ചിലർ. പണികളൊന്നും കിട്ടാതെ വരുമ്പോൾ ഓരോ ടൗണുകളിലും അലഞ്ഞു തിരിഞ്ഞു നടക്കും. ബൈക്കുകളിൽ ലിഫ്റ്റ് ചോദിച്ചാണ് സാധാരണ യാത്ര. ദൂരസ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ചരക്കു ലോറികളെ ആശ്രയിക്കും. കാണുന്ന ആളുകളോടൊക്കെ പണം ചോദിക്കും. പണം കൊടുത്തില്ലെങ്കിൽ സൗകര്യം കിട്ടിയാൽ അടിച്ചു വീഴ്ത്തും. മുഖം നോക്കിയിടിച്ച് നിലത്ത് വീഴ്ത്തി വലിച്ചിഴയ്ക്കും. രക്തം കണ്ട് സന്തോഷിക്കും. നാഗർകോവിൽ ജില്ലാ ജയിലിൽ നിന്നിറങ്ങിയതിനു പിന്നാലെ ചില മോഷണ കേസുകളിലും അയാൾ പ്രതിയായി. അരോഗദൃഢഗാത്രനാണെങ്കിലും വിദഗ്ധനായ ഒരു മോഷ്ടാവല്ല. 22കാരനാണെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അപൂർവം സമയങ്ങളിൽ മാത്രം. എവിടെയെങ്കിലും എത്തി ഫോൺ ഓണാക്കിയാലും ആവശ്യം കഴിഞ്ഞാൽ ഉടനെ ഓഫാക്കും. കുറ്റകൃത്യം നടത്തിക്കിട്ടുന്ന പണം കൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകും. പിന്നെ അവിടെ മറ്റൊരു തുടക്കം. പുതിയ സ്ഥലം, പുതിയ ക്രൈം. പക്ഷെ കൊല്ലം കൊലപാതകത്തിൽ അയാൾ പറഞ്ഞ ടൈം ലൈൻ അത് എത്രത്തോളം വിശ്വസനീയമാണ്? അയാൾ കൊല്ലത്ത് വന്നത് രാജേന്ദ്രനെ വധിക്കുന്നതിനും 3 ദിവസം മുമ്പ് മാത്രമാണോ? പോലീസിന് മുന്നിലെ വെല്ലുവിളികൾ ഏറെയാണ്. തെളിവുകൾ കൂടുതൽ വേണം. ബിജുവിന്റെ ട്രാക്കിലേക്ക് കയറി പുറകോട്ട് സഞ്ചരിക്കലാകും ഇനി പോലീസിന്റെ വെല്ലുവിളി. നമ്മൾ ഒരിക്കൽ കൂടി പാരിപ്പള്ളിയിലേക്ക് പോകുന്നു. അവിടെ കൂരിരുട്ടിൽ ആ ഒഴിഞ്ഞ കെട്ടിടത്തിൽ ഒരു വൃദ്ധന്റെ ജീവൻ പിടഞ്ഞവസാനിച്ചിരുന്നു. കൊല്ലം നഗരത്തിലെ 2ാമത്തെ കൊലപാതകവും വാർത്തയായപ്പോൾ തന്നെ ഒരു ചോദ്യം ഉയർന്നു കേട്ടു. രണ്ടും ചെയ്തത് ഒരാളാണോ? എന്തുകൊണ്ടാണ് 2 കൊലപാതകങ്ങളും ഒരാളാണ് ചെയ്തതെന്ന സംശയമുണ്ടായത്? അത് ആ 2 കൊലപാതകങ്ങളിലെയും കൊല ചെയ്യപ്പെട്ടവരിലെയും നിഷേധിക്കാൻ കഴിയാത്ത സമാനതകളാണ്. ഒന്ന്, 2 പേരുടെയും പ്രായം അതേതാണ്ട് 65നും 70നും ഇടയിലാണ്. 2 സാമ്പത്തികമായി ഒന്നുമില്ലാത്തവരാണ് കൊല ചെയ്യപ്പെട്ടത്. ചെറിയ ജോലികൾ ചെയ്ത് ജീവിതം തള്ളി നീക്കിയിരുന്നവരാണ്. 3, 2 പേർക്കും സ്വന്തമായോ വാടകയ്ക്കോ വീടുകളുണ്ടായിരുന്നില്ല. അവർ പൊതുസ്ഥലങ്ങളിൽ അന്തിയുറങ്ങിയിരുന്നു.
നാടോടികളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് ജീവിച്ചവരായിരുന്നു ഇരുവരും. 4 പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്തവർ. 5 കൊലപാതകത്തിലെ ഒരേ മോഡസ് ഓപ്പറാൻഡി. 6 2 ക്രൂരതകളും അരങ്ങേറിയത് അർദ്ധരാത്രിയിലോ പുലർച്ചെയോ ഉള്ള സമയങ്ങളിലാണ്. ആളരക്കമില്ലാത്ത പാതിരാത്രിയിലാണ് പ്രതി ഇരകളെ ആക്രമിക്കാൻ തിരഞ്ഞെടുത്തത്. ലഭ്യമായ വിവരങ്ങളും തിയറികളും വിരൽ ചൂണ്ടുന്നത് വിജുവിലേക്കാണ്. പക്ഷെ തെളിവുകളാണ് പ്രധാനം. വിജുവിന്റെ യാത്രാവഴികളിലെ കൃത്യമായ നീക്കങ്ങൾ ശാസ്ത്രീയമായി തെളിഞ്ഞാൽ 2 കൊലപാതകങ്ങളും തെളിയും. ആശങ്കയകലും. അല്ലെങ്കിൽ പാരിപ്പള്ളി കൊലപാതകം വിജുവല്ല ചെയ്തതെങ്കിൽ നമ്മൾ ഭയക്കണം. എങ്കിൽ ഒരാൾ ഇരുളിൽ ഇപ്പോഴും ചിരിച്ചുകൊണ്ട് പതിയിരിക്കുന്നുണ്ടാകും, അടുത്ത ഇരയക്കാത്ത്. അവർ നമുക്കിടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടാകും, നമ്മൾ അറിയാതെ നമ്മുടെ നീക്കങ്ങൾ നോക്കി. നിരാലംബരും വീടില്ലാത്തവരും അവരുടെ നോട്ടപ്പുള്ളികളാകും. അവരിൽ രക്തം ലഹരിയായ സൈക്കോപാത്തുകളുണ്ടാകും. ചിലപ്പോൾ മനുഷ്യ ശരീരത്തിൽ ലാഭമുണ്ടാക്കുന്ന മാഫിയകളുടെ വാടക കൊലയാളികളാകാം. അന്തിയുറങ്ങാൻ വീടില്ലാത്തവരെ കരുതുക. ഇനി കേരളത്തിൽ സാമൂഹ്യ സുരക്ഷയുടെ ഊന്നൽ അതാകട്ടെ. ഗുഡ് ബൈ.